സാറേ, ബംഗ്ലാദേശ് ഉം, നല്ലൊരു രാജ്യമായിരുന്നു. ഉം, പിന്നീട് ഈ മതഭരണത്തിന് സമാനമായ ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ അവരുടെ പരിപാടി സമീപത്ത് കിടക്കുന്ന രാജ്യങ്ങളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുക എന്നതാണ്. ഉം, ഇപ്പോൾ മുഹമ്മദ് യൂനിസിന്റെ വലങ്കൈ തന്നെ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉം. എന്തായാലും പക്ഷേ തങ്ങളുടെ ഭൂമി പോലും, ബംഗ്ലാദേശിന്റെ ഭൂമി പോലും അവർക്കിപ്പോൾ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതാണല്ലോ മ്യാൻമാറിലെ വിമതസേന വന്ന് ചൊറിഞ്ഞിട്ട് പോയി. 270 അതെ, കിലോമീറ്റർ 270 കിലോമീറ്റർ അവർ പിടിച്ചെടുത്തു. മുന്നോട്ട് അതെ, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ കയ്യിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടാക്കുവാനാണോ ഇത്തരം ഈ അനാവശ്യമായ ഈ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്? ഇത് കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന്മീതെ പറക്കാം മോഹം എന്നിട്ട് സുപ്രസിദ്ധമായിട്ടുള്ള ഒരു കാവ്യശകലമുണ്ട് മലയാളത്തിൽ. അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വാസ്തവത്തിൽ നല്ലൊരു രാജ്യം എന്നുള്ളതല്ല, അത് ഇന്ത്യയുടെ സൃഷ്ടിയാണ് ബംഗ്ലാദേശ്. ഇന്ത്യ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല, ആ രാഷ്ട്രമില്ല. എല്ലാ അർത്ഥത്തിലും ശരിയാണ്. ഇന്ത്യയുടെ ആർമിയും മുക്തിബാഹിനിയും ചേർന്നാണ് ആ രാജ്യത്തെ പാകിസ്ഥാൻ്റെ കരാള ദ്രംഷ്ട്രങ്ങളിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത്. അല്ലെങ്കിൽ ആ രാജ്യമില്ല, നശിച്ച് നാറാണക്കല്ല് വെച്ച് പോയി. പീഡിതരും ദുഃഖിതരുമായിട്ടുള്ള ജനതയുടെ പലസ്തീൻ ജനതയെക്കാളും കഷ്ടമായിട്ടുള്ള ഒരു ജനതയായിട്ട് അവർ മാറിയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയേക്കാൾ ആളോഹരി വരുമാനമുള്ള ഒരു രാഷ്ട്രമാക്കി ഇന്ത്യ അതിനെ വാർത്തെടുത്തിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളൊന്നുമല്ല, പാകിസ്ഥാനും ഇല്ല, ചൈനയും ഇല്ല, ഒന്നുമില്ല ഇതിൽ പങ്ക. നമ്മുടെ നദീജലം, അതുപോലെ തന്നെ നമ്മുടെ സൗജന്യമായ കോവിഡ് വാക്സിൻ, എന്തെല്ലാം സാമ്പത്തിക സഹായങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന ഈ ബംഗ്ലാദേശ് ഇന്നത്തെ ബംഗ്ലാദേശായിട്ട് മാറിയത്. എല്ലാ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കലവറയില്ലാത്ത സഹായമാണ് അതിൻ്റെയൊക്കെ നിദാനമായിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റിനും പുതിയ തലമുറയ്ക്കും ഒരു പക്ഷേ ആ തരത്തിലുള്ള വിചാരങ്ങളൊന്നുമില്ല. ഒരുമാതിരി അഹമ്മദി. കഴിഞ്ഞ ദിവസം മുഹമ്മദ് യൂനിസ് ആ പാവ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപകനായ അല്ലെങ്കിൽ പ്രതിഷ്ഠാപകനായിട്ടുള്ള ജോ ബൈഡനെ അമേരിക്കയിൽ പോയി കണ്ടു. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹമൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അനുചരനും ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സഹായിയുമായിട്ടുള്ള മഹ്ഫൂസ് ആലം എന്ന് പറയുന്ന വ്യക്തി കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമേരിക്ക, ബൈഡൻ പ്രത്യേകിച്ചും തൻ്റെ അവിടുത്തെ പ്രതിനിധിയായിട്ടുള്ള മുഹമ്മദ് യൂനുസിന് നൽകുന്ന ഈ സ്വീകരണമൊക്കെ കണ്ട് മതിച്ച് ഉന്മത്തനായിട്ട് ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും, അമേരിക്ക ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇനിയൊന്നും ഭയക്കാനില്ല, അപ്പോൾ ഇന്ത്യയോടൊന്ന് ഏറ്റുമുട്ടിക്കളയാം എന്നൊക്കെ ഒരു വിചാരം. വിവരമില്ലാത്തത് കൊണ്ട്, ശുദ്ധമായിട്ടുള്ള നിഷ്കളങ്കത കൊണ്ട് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ വേണം. എന്തിനാ ഇന്ത്യയുടെ ചില ഭാഗങ്ങളാകുന്ന മുഴുവനുമായിട്ട് അങ്ങ് കൊടുത്തേക്കാം. അവർക്ക് ആഗ്രഹമാണെങ്കിൽ അങ്ങ് ഭരിച്ചോട്ടെ, മുഴുവനും കൂടെ കൊണ്ടുപോയിക്കോ നിങ്ങൾ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് ഇയാൾക്കറിയില്ല. ചൈന വിചാരിച്ചിട്ട് 1 മീറ്റർ ഭൂമി എടുക്കാൻ പറ്റിയിട്ടില്ല. ലോകോത്തര ശക്തിയായിട്ടുള്ള അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ടുള്ള ചൈന വിചാരിച്ചിട്ട് 1 തുണ്ട് ഭൂമി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. നെഹ്റുവിൻ്റെ കാലത്തെ അത് കഴിഞ്ഞിട്ടുള്ളൂ. കിലോമീറ്ററോളം, ഏതാണ്ട് തെക്കേ ഇന്ത്യയുടെ അത്രയും വിസ്തൃതിയുള്ള സ്ഥലം ചൈന അപഹരിച്ചത് ആ സമയത്താണ്. ഇനിയിപ്പം കോവിഡ് സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യയെക്കാൾ ഇരട്ടി മരണമായിരുന്നു മറു സൈഡിലുണ്ടായത്. മരണം അങ്ങോട്ട് കൊടുത്തു, അവർക്ക് മിണ്ടാൻ നാണമായി പോയി, പേടിച്ചോടി. അതാണ് കണക്ക് പുറത്തു പറഞ്ഞിട്ടില്ല എത്ര പേർ മരിച്ചു. അതെ, പുറത്ത് പറയില്ല അവർ, നാണക്കേടാണ്, അതുകൊണ്ട് പുറത്ത് പറയായിരുന്നു. ഇപ്പം ചൈന വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കി. പണ്ടത്തെ പോലെ ഈസി ആയിട്ട് കടന്നു കയറി ഇങ്ങ് വരാം എന്ന് അവർക്ക് എന്താ, അരുണാചൽ പ്രദേശിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നതല്ലാതെ തോടില്ല. പാകിസ്ഥാനെതിരെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് ചൈന അനങ്ങിയോ? പണ്ട് ബംഗ്ലാദേശിലേക്ക് ഇന്ത്യൻ സേന കുതിച്ചു കയറിയപ്പോൾ മാവോ സേത്തുങ് പറഞ്ഞത് ഡാക്കയുടെ പതനം ഇന്ത്യയുടെ പതനത്തിൻ്റെ തുടക്കം. ഇന്ത്യക്ക് ഒരു പതനവും ഉണ്ടായില്ല. ഇന്ത്യ മുന്നേറി ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു. അതിന് സൈനികരുടെ രക്തം വിലയായി കൊടുത്തു, നമ്മുടെ പണം വിലയായിട്ട് കൊടുത്തു. ഒരുപാട് അഭയാർത്ഥികളെ സംരക്ഷിച്ചതിനുള്ള ചെലവ് നമുക്ക് വഹിക്കേണ്ടി വന്നു. ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് രക്ഷപ്പെടുത്തിയ ഒരു രാഷ്ട്രത്തിലെ ഒരു വെറും പീറയായിട്ടുള്ള മഹ്ഫൂസ് ആലം, ഇത് ഗവൺമെൻറ് തന്നെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരു ഗവൺമെൻറ് അല്ല, ബൈഡൻ്റെ ഇഷ്ടപ്രകാരം നിയുക്തനായ ഒരു ഗവൺമെൻറ്റാണ്. അതിന് പിന്തുണ നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള സാധുതയും ഇല്ലാത്ത ഒരു ഭരണകൂടം, അതിൻ്റെ സഹായിയായിട്ട് പോയിട്ടുള്ള, പെട്ടി പിടിച്ചുകൊണ്ട് അയാളുടെ കൂടെ പോയിട്ടുള്ള ആൾ കുറേ ഇന്ത്യയുടെ കുറേ ഭാഗങ്ങളും കൂടി ഞങ്ങൾക്ക് വേണം. ചുണയുണ്ടെങ്കിൽ പിടിച്ചെടുക്കുക, അതേ പറയാനുള്ളൂ.
അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടുള്ള കുടിയേറ്റക്കാർക്ക് മേലുള്ള നിയന്ത്രണവും നോട്ടവും പരിശോധനയും ഒക്കെ സുരക്ഷാ പരിശോധനയൊക്കെ വളരെ കർശനമാക്കിയിരിക്കുന്നു. പണ്ട് ആർക്കും ഇവിടെ കയറി വരാം, റേഷൻ കാർഡ് സമ്പാദിക്കാം, വോട്ട് ചെയ്യാം, കേരളം പോലുള്ള പ്രദേശങ്ങളിലേക്ക് വന്നിട്ട് നിത്യതൊഴിൽ ചെയ്ത് ജീവിച്ചു പോകാമായിരുന്നു. ആ സാഹചര്യമൊക്കെ ഒഴിവാക്കി ആ ഔദാര്യ മനസ്കതയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെ. BSF അതിർത്തിയിലുടനീളം അവരാണല്ലോ ഈ അതിർത്തി കാക്കുന്ന സേന, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് പറയുന്നത്. അവർ വളരെ ശക്തമാക്കിയിട്ടുണ്ട് അവിടെ പരിശോധന. അങ്ങനെ ആർക്കും കടന്നു കയറാൻ പറ്റാത്ത വിധമാക്കി. നേരത്തെ 2 സഹോദര രാഷ്ട്രങ്ങളെന്നുള്ള നിലയിൽ എന്തെല്ലാം പരിഗണനകൾ ഇവർക്ക് നമ്മൾ നൽകിയിരുന്നു, ആ പരിഗണനകളെല്ലാം ഇല്ലാതായിരിക്കുകയാണ്. സാമ്പത്തിക സഹായം ഉടനെ ഇല്ലാതാവും. അങ്ങനെ സാമ്പത്തിക സഹായവും വന്നു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക ഉപരോധം വന്നാൽ തകർന്ന് തരിപ്പണമാവുന്നേ ഉള്ളൂ ഈ രാഷ്ട്രം. ഇറാനും ഒക്കെ തകർന്ന് തരിപ്പണമായത് നമ്മൾ കണ്ടില്ലേ, പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായത് നമ്മൾ കണ്ടില്ലേ. അത്രയൊന്നും വേണ്ട, ഏതാനും ദിവസങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന കാറ്റ് ബലൂണിൽ നടച്ചതുപോലുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് അവരുടേത്. അതിൻ്റെ കാറ്റഴിച്ചു വിടാൻ ഈ സമയമുണ്ട്. ഇന്ത്യ വിചാരിച്ചാൽ അതിൻ്റെ വാൽ ട്യൂബ് ഇന്ത്യയുടെ കയ്യിലാണ്, അഴിച്ചു വിടാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ അഹങ്കാരം ധിക്കാരം ഒക്കെ നടക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തേരാവാദ വിഭാഗത്തിൽപ്പെട്ട ബുദ്ധമതക്കാരെ, ഈ ഷൺഗൺ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ ഈ ബുദ്ധമതക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളാണ്. ജപ്പാനിലൊക്കെ ഉണ്ട്. ആ വിഭാഗങ്ങൾ വളരെ ശക്തരായിട്ടുള്ള സമർത്ഥരായിട്ടുള്ള കരാട്ടയെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള, കുങ്ഫുവിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള മെയ് അഭ്യാസങ്ങളൊക്കെ അഭ്യസിച്ചിട്ടുള്ള ആൾക്കാർ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ അത്ഭുതകരമായ മരത്തിൻ്റെ മുകളിൽ നിന്ന് മരത്തിൻ്റെ മുകളിലേക്ക് ചാടാൻ കഴിവുള്ള അത്രയധികം ശരീരത്തിന് വഴക്കമുള്ള ആൾക്കാരുടെ സൈന്യം, അത്തരത്തിൽപ്പെട്ട ഒരു സൈന്യമാണ് ഈ അരാക്കൻ സൈന്യം. അവർക്ക് ആയുധങ്ങളൊന്നും വേണ്ട, കായികമായിട്ട് തന്നെ നേരിടാൻ കഴിവുള്ളവരാണ്. പിന്നെ ആയുധങ്ങളും കൂടി ഉപയോഗിച്ചുകൊണ്ട് മിന്നുന്ന പ്രകടനങ്ങളാണ്. വാൾ പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ആൾക്കാർ. നമ്മൾ ഓർക്കാതെ നമ്മുടെ മർമ്മത്തെ ലക്ഷ്യമാക്കി മർമ്മം ഭേദിക്കാൻ കഴിയുന്ന കഴിവുള്ള ആൾക്കാരാണ്. അത്ര അവർ നിഷ്ഠയും ധ്യാനവും ഒക്കെ ചെയ്ത് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആയുധാഭ്യാസം നടത്തുന്ന ആൾക്കാർ. അവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അത്തരം ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അരാക്കൻ സൈനിക വിഭാഗം, തേരവാദ ബുദ്ധമത വിഭാഗത്തിൻ്റെ സംരക്ഷകരായിട്ടുള്ള ആൾക്കാർ അതിർത്തിയിൽ നിന്ന്. ഇപ്പോൾ അവർ ചിറ്റഗോങ്ങിന് നേരെ വന്നുകൊണ്ടിരിക്കുക. ചിറ്റഗോങ് എന്ന് പറയുന്നത് കോഴിക്കഴുത്താണ്, ചിക്കൻ നെക്ക് എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ കോഴിയാവുന്ന എവിടെ പിടിച്ചിട്ടാണ്? കഴുത്തിന് പിടിച്ച് ധരിച്ചിട്ടാണ്. ബംഗ്ലാദേശിനെ ഇല്ലാതാക്കാനും തകർക്കാനും ഒക്കെ പറ്റിയ പ്രദേശം, ആ പ്രദേശത്തേക്കാണ് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ ഇന്ത്യയുടെ വളരെ അടുത്താണത്. ബംഗാളിന് വളരെ അടുത്താണ്, അസമിനും വളരെ അടുത്താണ്. അങ്ങോട്ടൊന്ന് ഇന്ത്യയുടെ ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ ബംഗ്ലാദേശിൻ്റെ ശ്വാസം മുഴുവൻ. അത്രയ്ക്കേ ഉള്ളൂ ഈ രാജ്യം. ഇത് നമ്മളിത് കണ്ട് ചിരിക്കുക. അവിടെ ഏതോ വിവരം കേട്ട ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ചിരിക്കാനുള്ള കാര്യമേ ഉള്ളൂ. ബംഗ്ലാദേശ് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ. അവിടെ സന്ദർശിച്ച നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ബംഗ്ലാദേശുമായിട്ട് സൗഹൃദത്തിൽ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അല്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷം അങ്ങനെ അല്ലാതെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള വാണിംഗ് അവിടെ അന്ന് തന്നെ കൊടുത്തിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വീണ്ടും വാണിംഗ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കരുത് എന്നുള്ള ബന്ധം. ഇതിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ബംഗ്ലാദേശിൻ്റെ ഈ വീരവാദങ്ങളൊക്കെ ജോ ബൈഡൻ്റെ സൃഷ്ടിയാണ് അവിടുത്തെ ഗവൺമെൻറ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഈ ഭരണകൂടത്തിന് മാറാതിരിക്കാൻ നിർവാഹമില്ല, ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടിയും ബംഗ്ലാദേശിൽ ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് വരികയും ചെയ്യും. അതിനുള്ള തൻ്റെ ഉള്ളത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസം ഒരു പൂജാരിയെ കൊന്നു. അത്തരം ആക്രമണങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തും ട്രംപ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.